Hi all, welcome to Exam by Olympiad. So, algebra ഒരു പ്രോബ്ലമാണ് തന്നിട്ടുള്ളത്. If A, B, C are real numbers and A plus B minus 5 whole square plus B plus 2 plus 3 whole square plus C plus 3A minus 10 whole square equal to 0, find integer nearest to A cube plus B cube plus C cube എന്നുള്ളതാണ് ചോദ്യം. IUCAM 2020 ക്വസ്റ്റൻ ആണ്. ഇവിടെ തന്നിട്ടുള്ള നിങ്ങൾ നോക്കിയ എക്സ്പ്രഷൻ നോക്കിയേ, എക്സ്പ്രഷൻ ഇൻട്രസ്റ്റിംഗ് അല്ലേ? എക്സ്പ്രഷൻ നോക്കിയേ, A plus B minus 5ൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് B plus 2C plus 3യുടെ ഹോൾ സ്ക്വയർ പ്ലസ് C plus 3A minus 10ൻ്റെ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 0. എപ്പോഴാണ് മൂന്ന് നമ്പേഴ്സിൻ്റെ സ്ക്വയർ 0 ആവുക? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒറ്റ കണ്ടീഷനുള്ളൂ, എക്സും വൈയും സെഡും 0 ആണ്. അല്ലാത്ത ഏതൊരു കണ്ടീഷൻ ലൈക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, സ്ക്വയേഴ്സ് ആണ്, അത് പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ഇത് ലൈക്ക് 0 ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം. പോസിറ്റീവ് നമ്പർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, വീണ്ടും ഒരു പോസിറ്റീവ് നമ്പറായി കിട്ടുക. അപ്പോൾ എപ്പോഴാണ് 0 ആവാനുള്ള പോസിബിലിറ്റി? മൂന്ന് സംഖ്യകൾ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് 0 കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, മൂന്ന് നമ്പേഴ്സും എന്താണ്, ഇൻഡിവിജ്വലി 0 ആയിരിക്കണം. എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ് ഈക്വൽ ടു 0 ആയിരിക്കണം. നമ്മളിവിടെ എക്സ് എന്താണ്, വൈ എന്താണ്, സെഡ് എന്താണ്, എ പ്ലസ് ബി മൈനസ് 5 ഈക്വൽ ടു 0 ആയിരിക്കണം. ബി പ്ലസ് 2C പ്ലസ് 3യുടെ വാല്യൂ 0 ആയിരിക്കണം. സി പ്ലസ് 3A മൈനസ് 10ൻ്റെ വാല്യൂ 0 ആയിരിക്കണം. സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബിയുടെ വാല്യൂ 5 ആണ്, ബി പ്ലസ് 2Cയുടെ വാല്യൂ -3 ആണ്, സി പ്ലസ് 3Aയുടെ വാല്യൂ 10 ആയിരിക്കും. എന്താണ്, ഓരോ ടേംസും ഇൻഡിവിജ്വലി 0 ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, എ പ്ലസ് ബിയുടെയും ബി പ്ലസ് 2Cയുടെയും സി പ്ലസ് 3യുടെ വാല്യൂസ് എഴുതാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒറ്റ വേരിയബിളിലോട്ട് മാറ്റി എഴുതുക എന്നുള്ളതാണ്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസ് ബിയിലോട്ട് മാറ്റി എഴുതാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരാം? ഇവിടെ ഫസ്റ്റത്തെ ഇക്വേഷൻ എടുത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് മാർക്ക് ചെയ്യാം. ഫസ്റ്റത്തെ ഇക്വേഷന് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മൈനസ് എ ആണ്. ഓക്കെ ആണല്ലോ? സോറി, ബിയിലോട്ട് മാറ്റി എഴുതാം അല്ലേ? സോ എന്താ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മൈനസ് ബി ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ എനിക്ക് എഴുതാവുന്ന എന്താ, ബി പ്ലസ് 2C -3 ആണ്, അല്ലെങ്കിൽ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 മൈനസ് ബി ബൈ 2 ആണ്. ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പം ഇനി മൂന്നാമത്തെ ഇക്വേഷൻ ഏതാ, സി പ്ലസ് 3A ഈക്വൽ ടു 10 അല്ലേ? അവിടെ ഇത് കൊടുത്താൽ മതി അല്ലേ? അവിടെ കൊടുത്താൽ മതി. അപ്പോൾ സിക്ക് പകരം എന്ത് ചെയ്യാം, -3 മൈനസ് ബി ബൈ 2 -3 മൈനസ് ബി ബൈ 2 പ്ലസ് 3 ഇൻറ്റു 5 മൈനസ് ബി ഈക്വൽ ടു 10 എന്ന് പറയാം. രണ്ടുകൂടെ മൾട്ടിപ്ലൈ, -3 മൈനസ് ബി പ്ലസ് 6 ഇൻറ്റു 5 അല്ലേ? 6 ഇൻറ്റു 5 എത്രയാണ്, 30 വരും. മൈനസ് എന്താ വരിക, 3 ഇൻറ്റു 2 6B ഈക്വൽ ടു 20. ഓക്കെ, ഇവിടെ ഒരു -6B ഉണ്ട്, -7B വരും അല്ലേ? -7B ആ സൈഡിലോട്ട് പോകുന്ന സമയത്ത് 7B ആകും. ഇവിടെ ഒരു 20, ഇവിടെ 10 ഉണ്ട്, 10 -3 അപ്പോൾ എന്താ 7 വരും. അപ്പോൾ ബിയുടെ വാല്യൂ എന്ത് കിട്ടും, 1 കിട്ടും. ഓക്കെ ആണല്ലോ? എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബിയുടെ വാല്യൂ ഇവിടെ കിട്ടും. ഇവിടെ ഞാൻ എൻ്റയർലി ഇക്വേഷൻ എന്ത് ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അവിടെ നിന്ന് എനിക്ക് ബിയുടെ വാല്യൂ കണ്ടെത്താൻ പറ്റും. ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കിട്ടിക്കൂടെ? യെസ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മൈനസ് ബി ആണ്. അപ്പോൾ 5 മൈനസ് ബി എന്ന് പറഞ്ഞാൽ എത്ര വരിക, 5 മൈനസ് 1 ആണല്ലേ? എന്താണ്, 4 ആണ് വരിക. അപ്പോൾ എയുടെ വാല്യൂ എന്ത് വരും, 4 വരും. എയുടെ വാല്യൂ 4 വരും. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിയിട്ടുണ്ട്, സിയുടെ വാല്യൂ കിട്ടിക്കൂടെ? യെസ്. എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താ ഉപയോഗിക്കുക, സി പ്ലസ് 3യുടെ വാല്യൂ 10 ആണ്. സി പ്ലസ് 3 ഇൻറ്റു എയുടെ വാല്യൂ എത്ര, 4 വിച്ച് ഇസ് ഈക്വൽ ടു 10. ഇവിടെ 12 മൈനസ് 10 മൈനസ് 12 വരും, വിച്ച് ഇസ് -2 വരും. സോ സിയുടെ വാല്യൂ എന്താ വരിക, -2. എന്താ ചോദിച്ചിട്ടുള്ളത്, എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂബ് ആണ്. എയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 4 ആണ്, ബിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 1 ആണ്, സിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട് -2 ആണ്. അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എത്ര വരിക, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ക്യൂബുകൾ ആഡ് ചെയ്താൽ മതി. സോ ഫൈനൽ ആൻസർ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈച്ച് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ് ഈക്വൽ ടു 0 ആയിരിക്കണം എന്നുള്ള കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലം സുഖമായിട്ട് ചെയ്യാം. സോ അതിൻ്റെ ക്യൂബ് ചെയ്ത് നോക്കുക, എല്ലാ നമ്പേഴ്സ് എല്ലാ വേരിയബിൾസും കിട്ടിയിട്ടുണ്ട്. ക്യൂബ് ചെയ്ത് നോക്കുക, സമയം എത്ര വരുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക.